നമസ്കാരം. ഈ അനുമോദന ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശാന്തേഷ് കുമാർ സാറ്, അതുപോലെ ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്യാംലാൽ സാർ, റിസൾട്ടിൻ്റെ അവതരണം തന്ന റുക്സാന ഷിബു, മുഖ്യപ്രഭാഷണം നടത്താൻ ഇരിക്കുന്ന നമ്മളുടെ സന്തോഷ് സാർ, ഈ സ്കൂളിൻ്റെ മാനേജർ കൂടിയായിട്ടുള്ള സന്തോഷ് സാറ്, ആശംസാ പ്രസംഗത്തിന് ഇതിലെത്തിയിരിക്കുന്ന രാജശ്രീ, ശ്രീമതി സുജിത, അതുപോലെ തന്നെ നന്ദി പ്രകാശനവും ഇതിൻ്റെ മറുപടി തരുവാനെത്തിയിരിക്കുന്ന രക്ഷിതാക്കൾ, അതുപോലെ ഇന്ന് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റേഴ്സിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളും അവരുടെ രക്ഷിതാക്കളും മറ്റ് ടീച്ചേഴ്സ് എല്ലാവർക്കും ആത്മാർത്ഥമായ ഒരു നന്ദി പറയുകയാണ്. നന്ദി എന്ന് പറയുമ്പോൾ ഈ അധ്യാപകരും രക്ഷിതാക്കളായ നിങ്ങളുടെയും ശിക്ഷണമാണ് ഈ കുഞ്ഞുങ്ങളെ ഇന്ന് ഈ നിലയിൽ ഇവിടെ എത്തിച്ച ഒരു റിസൾട്ട് ഇവിടെ വായിക്കാനുണ്ടായ കാരണം. അധ്യാപകരെ പോലെ തന്നെ നമ്മൾ രക്ഷിതാക്കളും അവർക്ക് വേണ്ട എഫേർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയാണ് നമ്മൾക്ക് ഈ നല്ലൊരു റിസൾട്ട് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ നല്ല റിസൾട്ടിലൂടെ തന്നെ നമ്മൾ ഇനിയും മുൻപോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ച കണ്ടെത്തേണ്ട സമയമാണ്. നിങ്ങൾ ഏത് ഫീൽഡിലോട്ടാണ് പോകേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയിലൂടെയാണ് നിങ്ങൾ ഇവിടെ +2 നിങ്ങൾ വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏത് വിദ്യാഭ്യാസം നിങ്ങൾക്ക് വേണമെന്നുള്ളതിന് നല്ല ധാരണയുണ്ട്. ആ ധാരണ പ്രകാരം നിങ്ങൾ മുൻപോട്ട് പോകുന്ന പോക്കിൽ നിങ്ങളെ വളച്ചൊടിക്കുവാൻ വേണ്ടി ഒരു കൂട്ടം ജനങ്ങൾ, ഒരു കൂട്ടം സംഘം ഇങ്ങനെ പുറത്ത് കാണും. ആ വലയിലൊന്നും നമ്മൾ പെടാതെ നമ്മളുടെ ലക്ഷ്യം, നമ്മൾ ഉദ്ദേശിച്ച, നമ്മൾ ആരാകണമെന്ന് ഉദ്ദേശിച്ച, നമ്മൾക്ക് എന്തിനു പോകണമെന്ന് ഉദ്ദേശിച്ച ഒരു ലക്ഷ്യബോധമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനുള്ള ആ വഴി മാത്രം തിരഞ്ഞെടുക്കണമെന്നാണ് എനിക്ക് ഈ വേളയിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇപ്പോഴെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ പ്രായം, അതും പ്രത്യേകിച്ച് രണ്ടു കൂട്ടരുടെയും, ആൺകുട്ടികളുടെ എന്നല്ല പെൺകുട്ടികളുടെ ആയാലും, നമ്മളുടെ പ്രായം ആ ഒരു എടുത്തുചാട്ടത്തിൻ്റെ പ്രായമാണ്. ആ പ്രായത്തെ നിങ്ങൾ വളരെ പക്വതയോടുകൂടി കണ്ടുകൊണ്ട് എൻ്റെ ലക്ഷ്യം, എൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹവും നമ്മളുടെ ആഗ്രഹവും എന്താണോ അതിനെ നമ്മൾ കാണണം. അതിനെ കണ്ടുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകണം. ആ ലക്ഷ്യം നമ്മൾക്ക് സാക്ഷാത്കരിക്കണം എന്നുള്ള ആ മനസ്ഥിതിയിൽ വേണം നമ്മൾ പ്രവർത്തിക്കുക. നമ്മളുടെ ഭാവിയെപ്പറ്റി നമ്മൾ ഇന്ന് ആ വലയിൽപ്പെട്ടാൽ നമ്മൾ ആരുമല്ലാതായി തീരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ പലതും കണ്ടുവരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ തിരിയരുത്. ഇപ്പൊ ആരെങ്കിലും നിങ്ങളെ ഒന്ന് വഴക്ക് പറയുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടേണ്ട. നിങ്ങളുടെ ഭാവി ജീവിതത്തിന് വേണ്ടിയാണെന്ന് മാത്രം കരുതണം. നിങ്ങളുടെ വിദ്യാഭ്യാസം നല്ല ഈ നാളുകളിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നാളെ പിന്നീട് ഇത് കഴിയുമ്പോൾ നമുക്ക് പഠിക്കണമെന്ന് വിചാരിക്കുമ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടായി മാറുന്ന ഒരു കാലഘട്ടമാണ്. അന്നേരം അതിലോട്ട് പോവുകയില്ല നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഇന്നിവിടെ വിജയിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ മൊമെന്റുകൾ വിതരണം, കഴിഞ്ഞ ദിവസം സാർ ഇവിടെ കുറച്ച് നമ്മുടെ ബ്രില്യൻ്റ് അക്കാഡമിയുടെ കുറച്ച് കുട്ടികൾക്ക് ഇവിടെ ഇതുപോലെ തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ ഇന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പഠിത്തത്തിൻ്റെ പ്രചോദനമാണ് ഈ കാണിക്കുന്നത്. നിങ്ങളെ ഇനിയും മുൻപോട്ട് നയിക്കാൻ വേണ്ടിയും വരും തലമുറകൾക്ക് വേണ്ടിയും ഉള്ള ഒരു പ്രചോദനമാണ് ഇവിടെ ഈ തന്നിരിക്കുന്ന അംഗീകാരം, വരാൻ പോകുന്ന അംഗീകാരം. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. നിങ്ങൾ നേർവഴിയിൽ കൂടി സഞ്ചരിക്കുക. നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ലക്ഷ്യമായിരിക്കണം. നിങ്ങൾക്ക് എന്താകണമോ അതിനു വേണ്ടിയുള്ള ലക്ഷ്യം മാത്രമേ മനസ്സിൽ കാണാവുള്ളൂ. നമ്മളെ പലരും വശീകരിക്കുവാൻ സാധ്യതയുണ്ട്. അതിലൊന്നും പോയി ചാടിപ്പെടരുതെന്ന് മാത്രം ഈ വേളയിൽ അറിയിച്ചുകൊണ്ട് ഇന്നിവിടെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ ഈ അനുമോദന ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്.